നികുതി പണം ആരുടെ കയ്യിൽ? ഞെട്ടിക്കുന്ന കണക്കുകൾ. സൗജന്യങ്ങളുടെ രാഷ്ട്രീയം. വികസിത ഇന്ത്യയിലേക്കുള്ള വഴിയോ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കുള്ള വഴിയോ? ഇന്ത്യ 2047ഓടെ ഒരു വികസിത രാഷ്ട്രമാകുമെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ അതിലേക്കുള്ള യാത്രയിൽ നാം ശരിയായ ദിശയിലാണോ സഞ്ചരിക്കുന്നത്? ഒരു വശത്ത് സൗജന്യ റേഷൻ, സൗജന്യ യാത്ര, വിവിധ സബ്സിഡികൾ, ക്ഷേമ പദ്ധതികൾ എന്നിവ വ്യാപിക്കുമ്പോൾ മറുവശത്ത് ഗവേഷണം, വികസനം, സാങ്കേതിക നവീകരണം തുടങ്ങിയ ഭാവി നിക്ഷേപങ്ങൾക്ക് വളരെ കുറഞ്ഞ തുകയാണ് മാറ്റിവെക്കുന്നത്. ഇതൊരു രാഷ്ട്രീയ ചർച്ച മാത്രമല്ല, രാജ്യത്തിന്റെ ഭാവിയെ ബാധിക്കുന്ന ഒരു സാമ്പത്തിക ചോദ്യമാണ്. ഇന്ന് ഇന്ത്യയിലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ ക്ഷേമ പദ്ധതികൾക്കും സബ്സിഡികൾക്കും വലിയ തോതിൽ പണം ചെലവഴിക്കുന്നുണ്ട്. സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്ര, സൗജന്യ വൈദ്യുതി, സൗജന്യ റേഷൻ, വിവിധ ധനസഹായ പദ്ധതികൾ തുടങ്ങി നിരവധി പദ്ധതികൾ രാജ്യത്തിനുടനീളം നടപ്പിലാക്കപ്പെടുന്നു. ഇവയുടെ ലക്ഷ്യം സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം നൽകുക എന്നതാണ്. എന്നാൽ ഒരു പ്രധാന ചോദ്യം ഉയരുന്നുണ്ട്. ഈ സൗജന്യങ്ങൾ നൽകുന്ന പണം എവിടെ നിന്നാണ് വരുന്നത്? രാഷ്ട്രീയ പാർട്ടികളുടെ സ്വകാര്യ ഫണ്ടുകളിൽ നിന്നല്ല, ജനങ്ങൾ അടയ്ക്കുന്ന നികുതിയിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാർ എടുക്കുന്ന കടത്തിലൂടെയോ ആണ് ഈ ചെലവുകൾ നടത്തുന്നത്. അതായത് സൗജന്യം എന്നത് യഥാർത്ഥത്തിൽ സൗജന്യമല്ല. അതിന്റെ ചെലവ് നേരിട്ടോ പരോക്ഷമായോ സമൂഹം തന്നെയാണ് വഹിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവുകൾ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും കടബാധ്യതയും ഉയരും. ഇന്ത്യയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കടബാധ്യത വർഷം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കടം കൂടുമ്പോൾ പലിശ ചെലവും വർദ്ധിക്കും. അതിനൊപ്പം പുതിയ നികുതികളോ നിലവിലുള്ള നികുതികളിലെ വർധനയോ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടും. ഇതിന്റെ ഭാരം അവസാനം വഹിക്കുന്നത് സാധാരണ നികുതിദായകരാണ്. ഒരു കുടുംബം വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവഴിച്ചാൽ കടത്തിലാകും. രാജ്യത്തിന്റെ സാമ്പത്തിക കാര്യത്തിലും ഇതേ തത്വമാണ് ബാധകമാകുന്നത്. ലോകത്തിലെ വികസിത രാജ്യങ്ങളെ നോക്കുമ്പോൾ അവരുടെ വിജയത്തിന് പിന്നിൽ ഒരു പ്രധാന ഘടകം കാണാം. അത് ഗവേഷണവും വികസനവും, അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അമേരിക്ക, ചൈന, ദക്ഷിണ കൊറിയ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ അവരുടെ GDPയുടെ വലിയൊരു ശതമാനം ശാസ്ത്ര ഗവേഷണത്തിനും സാങ്കേതിക നവീകരണത്തിനും വേണ്ടി ചെലവഴിക്കുന്നു. ഇന്ത്യയുടെ R&D ചെലവ് GDPയുടെ ഏകദേശം 0.64% മാത്രമാണെന്നാണ് ലഭ്യമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ചൈനയും അമേരിക്കയും പല മടങ്ങ് കൂടുതൽ നിക്ഷേപം ഈ മേഖലയിലേക്ക് നടത്തുന്നുണ്ട്. പുതിയ സാങ്കേതിക വിദ്യകൾ, മികച്ച തൊഴിലവസരങ്ങൾ, ഉയർന്ന ഉൽപാദനക്ഷമത, ആഗോള മത്സരശേഷി എന്നിവയിലെല്ലാം ഇത്തരം നിക്ഷേപങ്ങളിൽ നിന്നാണ് രൂപപ്പെടുന്നത്. അതിനാൽ ഇന്നത്തെ ഉപഭോഗ ചെലവുകൾക്കും നാളത്തെ വികസന നിക്ഷേപങ്ങൾക്കും ഇടയിൽ ശരിയായ സന്തുലനം ആവശ്യമാണ്. അതിനാൽ ഇന്നത്തെ ഉപഭോഗ ചെലവുകൾക്കും നാളത്തെ വികസന നിക്ഷേപങ്ങൾക്കും ഇടയിൽ ശരിയായ സന്തുലനം ആവശ്യമാണ്. ഇവിടെ ഒരു കാര്യം വ്യക്തമായി പറയണം. സമൂഹത്തിലെ ദരിദ്രർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും ആവശ്യമായ സഹായങ്ങൾ നൽകുന്നത് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ദീർഘകാല സാമ്പത്തിക വളർച്ചയ്ക്ക് ആവശ്യമായ നിക്ഷേപങ്ങളെ അവഗണിച്ച് ക്ഷേമ പദ്ധതികളിൽ മാത്രം ആശ്രയിക്കുന്ന സമീപനം ഭാവിയിൽ വെല്ലുവിളികൾ സൃഷ്ടിക്കാം. ജനങ്ങൾക്ക് മീൻ കൊടുക്കുന്നതിനേക്കാൾ മീൻ പിടിക്കാൻ പഠിപ്പിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദമെന്ന് പല സാമ്പത്തിക വിദഗ്ധരും അഭിപ്രായപ്പെടാറുണ്ട്. അതായത് തൊഴിൽ, വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, വ്യവസായം, ഗവേഷണം എന്നിവയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം ലഭിക്കേണ്ടത്. 2047 ഇന്ത്യ വികസിത രാഷ്ട്രമാകുമോ എന്നത് വെറും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാൽ തീരുമാനിക്കപ്പെടുന്ന കാര്യമല്ല. ഇന്ന് നാം എങ്ങനെ ചെലവഴിക്കുന്നു, എവിടെയാണ് നിക്ഷേപിക്കുന്നത്, ഭാവി തലമുറകൾക്കായി എന്താണ് സൃഷ്ടിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ആ ലക്ഷ്യം യാഥാർത്ഥ്യമാകുക. സൗജന്യങ്ങൾ ആവശ്യമായിടത്ത് തുടരണം. പക്ഷേ വികസനത്തിനുള്ള നിക്ഷേപങ്ങൾ അതിലും വലിയ പ്രാധാന്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഭാവിയിലെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളായി മാത്രം അവശേഷിക്കാനുള്ള സാധ്യത നിഷേധിക്കാനാവില്ല.